ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. അലർജി, ശ്വാസം മുട്ടൽ, ആസ്മ രോഗം ഇത് ഇന്ന് കൊച്ചു കുട്ടികളെ മുതൽ മുതിർന്നവരെ ബാധിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. എല്ലാവരും ഈ രോഗത്തിന് വേണ്ടിയിട്ട് ഡോക്ടറെ കാണുന്നു, മരുന്നുകൾ കഴിക്കുന്നു, അസുഖം കുറയുന്നു എന്നല്ലാതെ ഈ രോഗം പൂർണ്ണമായിട്ടും മാറുന്ന പലരെയും ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവത്തില്ല. അതിന് കാരണം ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ വന്നിട്ടുള്ള ഗണ്യമായിട്ടുള്ള മാറ്റവും പ്രകൃതിയുടെ പ്രശ്നങ്ങളും നമ്മുടെ പാരമ്പര്യവും എല്ലാം ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പലരും വിചാരിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ അലർജി രോഗവും ആസ്മ രോഗവും വരുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ പേരിൽ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചാൽ ഈ രോഗം മാറുമെന്ന പേരിൽ പലവിധം മരുന്നുകൾ, ടോണിക്കുകൾ എല്ലാം ഇന്ന് മാർക്കറ്റിൽ വരുന്നുമുണ്ട്. എന്നാൽ സത്യാവസ്ഥ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നത് കൊണ്ടല്ല, നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ ഓവറായിട്ടുള്ള റിയാക്ഷൻ കൊണ്ടാണ് നമുക്ക് ഈ വിട്ടുമാറാതെ അലർജിയും ശ്വാസം മുട്ടലും ആസ്മ രോഗവും ഉണ്ടാകുന്നത്. ഈ ശ്വാസം മുട്ടലും ആസ്മ രോഗവും എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഒന്നാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ചുമ വരുന്നു, അല്ലെങ്കിൽ ഒരു ചെസ്റ്റിൽ ഒരു ഇൻഫെക്ഷൻ വരുന്നു, ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് നെഞ്ചിലത്തിരി കഫം വരുന്നു, നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതിനെ നമുക്ക് ശ്വാസം മുട്ടൽ എന്ന് വിളിക്കാം. എന്നാൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമുക്ക് നെഞ്ചിലുള്ള ഈ വിമ്മിഷ്ടവും ശ്വാസം മുട്ടലും ആവർത്തിക്കുമ്പോഴാണ് നമ്മളിതിനെ ആസ്മ രോഗമെന്നോ ഇല്ലെങ്കിൽ അലർജിക് ബ്രോങ്കൈറ്റിസ് എന്നോ വിളിക്കുന്നത്. ആസ്മ രോഗത്തിൽ നമ്മുടെ ശ്വാസകോശത്തിൽ സംഭവിക്കുന്ന എന്തെന്ന് വിശദീകരിക്കാം. നമ്മൾ ശ്വാസം എടുക്കുന്ന വിൻഡ് പൈപ്പില്ല, അതായത് ശ്വാസനാളം എന്ന് പറയും. ഈ ശ്വാസനാളത്തിന് ചുറ്റുമുള്ള പ്രതിരോധ കോശങ്ങളുടെ ഓവറായിട്ടുള്ള റിയാക്ഷൻ, സാധാരണഗതിയിൽ വളരെ ശക്തമായിട്ടുള്ള പൊടിയോ മറ്റു ഇൻഫെക്ഷൻ രോഗാണുക്കളോ വന്നു കഴിഞ്ഞാൽ മാത്രം അവിടെ ഈ ഓവർ റിയാക്ഷൻ ഉണ്ടായി ഒരു നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി ഈ രോഗാണുക്കളെ പുറത്തു തള്ളുന്നതിന് പകരം വളരെ ചെറിയ സാഹചര്യങ്ങൾ പോലും ഒരല്പം പൊടി വന്നാലോ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ വ്യത്യാസം വന്നാലോ ഓവറായിട്ട് റിയാക്ട് ചെയ്ത് നമ്മുടെ ശ്വാസനാളത്തിനകത്ത് വല്ലാണ്ട് കഫമുണ്ടാക്കി ശ്വാസനാളത്തിനെ ചുരുക്കുന്ന ഒരവസ്ഥ ഈ രോഗപ്രതിരോധ കോശങ്ങൾ ഉണ്ടാക്കും. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ആസ്മ രോഗം എന്ന് പറയുന്നത്. അലർജിക്കും ആസ്മ രോഗത്തിനും സാധാരണഗതിയിൽ രണ്ട് ഫാക്ടേഴ്സാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് അന്തരീക്ഷം, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഒന്ന് നമ്മളിപ്പോൾ പൊടി പുകയുടെ ഇടയിൽ അമിതമായിട്ട് എക്സ്പോസ്ഡ് ആയിരുന്നാലോ, ഇല്ലെങ്കിൽ പതിവായിട്ട് ഈ പോളൻ ഗ്രെയിൻസ് ഉള്ള, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പൂമ്പൊടികൾ കൂടുതലുള്ള ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കേണ്ടി വരികയാണെങ്കിലോ, ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷത്തിനകത്ത് ഈ പൂപ്പലുകൾ, അതായത് ഇപ്പോൾ വീട്ടിനകത്ത് നനവ് സ്ഥിരമായിട്ട് വരുന്നു, ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ സ്ഥിരമായിട്ട് വരുന്നു, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ക്രമേണ ഈ നമ്മുടെ ശരീരം ഇതിനോട് അലർജിക്ക് ആയിട്ട് നമുക്ക് ക്രമേണ ശ്വാസം മുട്ടൽ ഡെവലപ്പ് ചെയ്തെന്ന് വരാം. രണ്ടാമത്തത് പാരമ്പര്യം ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഇതുണ്ടെങ്കിലോ രണ്ടുപേരുടെ കുടുംബത്തിൽ ഈ അലർജി, തുമ്മലിൻ്റെയോ വിട്ടുമാറാത്ത ചുമയുടെയോ ആസ്മയുടെയോ പാരമ്പര്യം ഉണ്ടെങ്കിൽ ക്രമേണ നമ്മൾക്ക് ഒരുപക്ഷെ ചെറുപ്പകാലത്തോ ഇല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞിട്ടോ ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും കൂടുതൽ പഠനങ്ങളിൽ കണ്ടിട്ടുള്ളത് നമ്മൾ സാധാരണഗതിയിൽ കൊച്ചുകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ നന്നായിട്ട് ഇടപഴകി വളരുന്ന, അതായത് ഇപ്പം മണ്ണിൽ കളിക്കുന്ന, സമൂഹത്തിൽ കൂടുതൽ ഇടപഴകുന്ന, നന്നായിട്ട് ഓടിക്കളിച്ച് പ്രകൃതിയുമായി ഇണങ്ങി വളരുന്ന കുട്ടികളെ അപേക്ഷിച്ച് നമ്മൾ കൂടുതൽ കെയർ ചെയ്ത് വളരുന്നില്ലേ? ഇപ്പോഴത്തെ കാലത്ത് ഫ്ലാറ്റിനകത്ത് അടച്ചിട്ട മുറികൾ കൂടുതൽ കെയർ ചെയ്ത് അധികം പൊടി അടിക്കാതെ വളരുന്ന കുട്ടികൾ കൂടുതൽ സെൻസിറ്റീവായിട്ട് മാറുന്നു. അതായത് ഇവർക്ക് ഒരല്പം പൊടി അടിച്ചാൽ പോലും പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന തരത്തിലേക്ക് ഇത് മാറുന്നു. പലപ്പോഴും പാരമ്പര്യത്തിൽ ശ്വാസം മുട്ടലിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഇത്തരം കുട്ടികൾക്ക് ഇത്തരം ഹൈപ്പർ സെൻസിറ്റിവിറ്റി വരാം, അവർ ക്രമേണ ശ്വാസം മുട്ടൽ രോഗികളായി തീരാം എന്നും ഈ ഇപ്പോഴത്തെ ഒരു പഠന റിപ്പോർട്ടിൽ കണ്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ വിട്ടുമാറാത്ത അലർജിയോ ശ്വാസം മുട്ടലോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരെന്ത് ചെയ്യും? സാധാരണ ഡോക്ടറെ പോയി കാണുന്നു, ഡോക്ടർ പറയുന്ന മരുന്നുകൾ കഴിക്കുന്നു, ജീവിക്കുന്നു എന്നല്ലാതെ ഈ രോഗം എന്തുകൊണ്ട് വരുന്നു എന്ന് നോക്കാനോ ഈ രോഗം മാറ്റാനായിട്ട് ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നോ പലരും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ ഈ ശ്വാസം മുട്ടലിന്, ആസ്മ രോഗത്തിന് മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതകാലം ഈ മരുന്നിൽ ജീവിക്കേണ്ടി വരുന്നു. ക്രമേണ മരുന്നിൻ്റെ ഡോസുകൾ കൂട്ടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് പലരും ചെന്നെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ അലർജിക്ക്, അതായത് വിട്ടുമാറാത്ത അലർജിക്കും ശ്വാസം മുട്ടലിനും ആസ്മ രോഗത്തിനും നമുക്ക് ലൈഫ് സ്റ്റൈലിൽ, അതായത് ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളും കഴിക്കേണ്ട ഭക്ഷണങ്ങളും എന്തെല്ലാമെന്ന് ഞാൻ വിശദീകരിക്കാം. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. പഠനങ്ങൾ കണ്ടിട്ടുള്ളതും നമ്മുടെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ, അതായത് ഡോക്ടർമാരുടെ എല്ലാവരുടെ ഒരു എക്സ്പീരിയൻസിൽ കണ്ടിട്ടുള്ളത്, ഈ അലർജി ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് വണ്ണം കൂടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവർക്ക് തുമ്മലും ഈ കഫക്കെട്ടും ശ്വാസം മുട്ടലും കൂടി വരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അമിതവണ്ണം, നിങ്ങളുടെ വണ്ണം കുറയ്ക്കുക എന്ന് പറയുന്നത് അലർജിയും ആസ്മയും നിയന്ത്രിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരഭാരത്തിൻ്റെ 8 മുതൽ 10% വരെ നിങ്ങൾ നിയന്ത്രിക്കുന്നത്
ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ അലർജിയും ശ്വാസമുട്ടലിനെ നിയന്ത്രണത്തിൽ വരുത്താൻ സാധിക്കും. ഇത് ക്ലിനിക്കലി ഞാൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ അവരുടെ ലൈഫ് ടൈം പ്രാക്ടീസിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തത്, ഈ അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഉപയോഗം ഗണ്യമായിട്ട് കുറയ്ക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ ഉള്ള LCHF കീറ്റോജനിക് ഡയറ്റ്, കീറ്റോ ഡയറ്റ് ഇല്ലേ, ഇത്തരം ഡയറ്റ് പ്ലാൻ എടുക്കുന്നവർക്ക് അവരുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ പെട്ടെന്ന് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ കീറ്റോജനിക് ഡയറ്റ് എന്താണെന്ന് ഞാൻ മുൻപ് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഭക്ഷണക്രമത്തിലെ കാർബോഹൈഡ്രേറ്റ്സിനെ, അന്നജത്തിനെ നന്നായിട്ട് കുറച്ചുകൊണ്ട്, അതായത് ചെറിയ അളവിൽ മാത്രം അന്നജം എടുത്ത് കൂടുതൽ പ്രോട്ടീനും ഇലക്കറികളും കഴിച്ചുകൊണ്ടുള്ള ഒരു ഭക്ഷണ രീതിയാണ്. ഈ ഒരു ഭക്ഷണ രീതിയിലേക്ക് മാറിയാൽ രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ അമിതവണ്ണം കുറയും, ഓട്ടോമാറ്റിക്കലി ഇത് ശ്വാസമുട്ടൽ ടെൻഡൻസി കുറയ്ക്കും. രണ്ടാമത്തത്, ഈ കീറ്റോജനിക് ഡയറ്റ് എടുക്കുന്നവർക്ക് അവരുടെ ശരീരത്തിലുണ്ടാകുന്ന റെസ്പിറേറ്ററി ട്രാക്റ്റിലെ ഇൻഫ്ലമേഷൻസിനെ ഇത് കുറയ്ക്കും എന്ന് കണ്ടിട്ടുണ്ട്. മനുഷ്യരിൽ ഇതിനെക്കുറിച്ചുള്ള പഠനം നടത്തിയിട്ടില്ല, പക്ഷേ എലികളിൽ നടത്തിയിട്ടുള്ള പഠനത്തിൽ എലികൾക്ക് കീറ്റോജനിക് ഡയറ്റ് കൊടുത്ത സമയത്ത് അവയുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള അലർജിക് റിയാക്ഷൻസ് ഗണ്യമായിട്ട് ഏകദേശം 4 ഇരട്ടി പെട്ടെന്ന് കുറയുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് അമിതവണ്ണം കുറയ്ക്കാനും അല്ലെങ്കിൽ പ്രമേഹ രോഗവും കൊളസ്ട്രോളും എല്ലാം കുറയ്ക്കുന്നതിന് വേണ്ടി കീറ്റോജനിക് ഡയറ്റ് ഏതെങ്കിലും ഡോക്ടർമാരുടെ നിയന്ത്രണത്തിൽ എടുക്കുന്നവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. അവർക്ക് ഇത്തരത്തിൽ അലർജി ഉണ്ടെങ്കിലോ ശ്വാസമുട്ടലുണ്ടെങ്കിലോ അവയുടെ തോത് ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുള്ള ഏകദേശം 50-60% പേരിൽ ഇത് നല്ല രീതിക്ക് കുറഞ്ഞിട്ടുള്ളതായിട്ട് ഒരുപക്ഷെ അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയെന്ന് വരാം. ഇനി മൂന്നാമത്തത്, നമ്മുടെ ഭക്ഷണത്തിലുള്ള എരിവുകളും മസാലകളുടെയും തോത് ഗണ്യമായിട്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. അമിതമായിട്ട് മസാലകൾ, നമ്മുടെ ഈ എരിവിന് വേണ്ടിയിട്ടും രുചിക്ക് വേണ്ടിയിട്ടും ഇന്ന് നമ്മുടെ നാട്ടിൽ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മസാല കോമ്പിനേഷൻസ് ഉണ്ട്. പലപ്പോഴും നമ്മുടെ വീടുകളിൽ തന്നെ ഈ രുചി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പലയിനം മുളവുകളും മസാലകളും നമ്മൾ കോമ്പിനേഷൻ പ്രയോഗിക്കാറുമുണ്ട്. ഇത്തരം മസാല കോമ്പിനേഷനുകൾ നമ്മുടെ ശരീരത്തിൽ അലർജി ടെൻഡൻസി വർദ്ധിപ്പിക്കും. രണ്ട് തരത്തിലാണ് ഇത് പ്രോബ്ലം ചെയ്യുന്നത്. ഒന്ന്, ഇത് നമ്മുടെ അസിഡിറ്റി, ഈ നെഞ്ചരിച്ചിൽ വല്ലാണ്ട് വർദ്ധിപ്പിക്കാൻ കാരണമാകും. വല്ലാണ്ട് അസിഡിറ്റി ഉള്ളവർക്ക് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ്, അതായത് നമ്മുടെ ആമാശയത്തിനകത്തുള്ള ആസിഡ് പുളിച്ചു തകട്ടി നമ്മുടെ ശ്വാസകോശത്തിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് തൊണ്ടയിലേക്ക് എത്തുകയും ഇത് ശ്വാസകോശത്തിലേക്ക് ഇറങ്ങി വല്ലാണ്ട് അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കാൻ കാരണമാകും. രണ്ടാമത്തത്, അലർജി ടെൻഡൻസി ഉള്ളവർക്ക് ഇത്തരം മസാലകളും എരിവും നമ്മുടെ ശ്വാസനാളത്തിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകും. അതുകൊണ്ട് ഇത്തരം ഭക്ഷണങ്ങൾ, ഈ മസാല ഐറ്റംസ് ഒഴിവാക്കണം. എന്നാൽ മഞ്ഞൾ, നമ്മുടെ ഇന്ത്യൻ മസാലക്കൂട്ടുകൾ പെട്ടതാണ് മഞ്ഞൾ. എന്നാൽ നമുക്ക് വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾ നമുക്ക് ഉപയോഗിക്കാം, അവ താരതമ്യേന സേഫാണ്. ഇനി ഒഴിവാക്കേണ്ട നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് മധുരത്തിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗമാണ്. ഇന്ന് നിങ്ങൾക്കറിയാം, നമ്മുടെ ഭക്ഷണത്തിൽ പ്രോസസ്സ് ചെയ്യപ്പെട്ടിട്ടുള്ള ഭക്ഷണങ്ങൾ, അത് പഞ്ചസാര ആയിക്കോട്ടെ, ശർക്കര ആയിക്കോട്ടെ, തേൻ അല്ലെങ്കിൽ കരിപ്പട്ടി ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് പോലുള്ള മധുര പലഹാരങ്ങൾ, പാനീയങ്ങൾ ഇന്ന് ഒരുപാട് നമ്മൾ ശീലിക്കുന്നുണ്ട്. ഇവ നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ച് ഈ അലർജിക് റിയാക്ഷൻ്റെ ടെൻഡൻസി നമുക്കുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് നമ്മുടെ ശ്വാസനാളത്തിൽ നീർക്കെട്ടുണ്ടാക്കാനും ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനും കാരണമാകും. എന്നാൽ നമ്മൾ ഇതിനകത്ത് തേനില്ലേ, നമ്മുടെ വീട്ടിലും പരിസരത്തും കിട്ടുന്ന നാച്ചുറൽ ഹണി, തേനിന് നമുക്ക് ചെറിയ അളവിലെടുക്കുന്നത് ഒരുപക്ഷെ നമുക്ക് അലർജി ടെൻഡൻസി ഒരല്പം കുറയ്ക്കാൻ കാരണമാകും. ഇത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാം. നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ അലർജി കൂടുതലായിട്ട് ഈ എൻവയോൺമെൻറ്റൽ അലർജി കൂടുതലുള്ള ഭാഗത്ത് പോളൻ ഗ്രെയിൻസ്, പൂമ്പൊടിയാണ് നമുക്ക് കൂടുതലും അലർജി സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കോട്ടയം പോലുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അറിയാം, റബ്ബർ കൂടുതൽ പൂക്കുന്ന സമയത്ത് അതിനു ചുറ്റും താമസിക്കുന്ന ചിലർക്കെങ്കിലും ഈ തുമ്മൽ, അലർജി, ശ്വാസമുട്ടൽ, വിട്ടുമാറാത്ത ചുമയെല്ലാം കണ്ടുവരുന്നുണ്ട്. ഇത്തരം ടെൻഡൻസി ഉള്ളവർക്ക്, അതായത് ഈ എൻവയോൺമെൻറ്റൽ അലർജി ടെൻഡൻസി ഉള്ളവർക്ക് തേന് ചെറിയ ഒരളവിൽ, വളരെ നേരിയ ഒരു 1/2 ടീസ്പൂൺ അളവിൽ അല്പം ദിവസവും കഴിക്കുന്നത് ഈ അലർജി ടെൻഡൻസി കുറയ്ക്കും. കാരണം എന്തെന്ന് പറഞ്ഞാൽ തേനിനകത്ത് നാച്ചുറൽ ആയിട്ടുള്ള പൂമ്പൊടി, അതായത് നാച്ചുറൽ പോളൻസ് കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. വളരെ ചെറിയ അളവിൽ നമ്മൾ ഈ നേർത്ത പൂമ്പൊടി എടുക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഈ പൂമ്പൊടിയോടുള്ള അമിതമായിട്ടുള്ള അലർജിക് റിയാക്ഷൻ ക്രമേണ കുറയ്ക്കുകയും ഈ എൻവയോൺമെൻറ്റൽ അലർജി ഒരല്പം കൺട്രോൾ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ തേന് നമുക്ക് ഈ ശ്വാസമുട്ടലിനും അലർജിക്കും നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് തേന് കൂടുതൽ കഴിക്കരുത്. കൂടുതലായിട്ട് നമ്മൾ തേൻ എടുക്കുന്നത്, ഫ്രക്ടോസ് എടുക്കുന്നത് നമുക്ക് ഈ ഇൻഫ്ലമേഷൻ പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ കാരണമാകും. നേർത്ത അളവിൽ ദിവസം ഒരു 1/2 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് തേന് കഴിക്കാൻ സേഫാണ്. ഇനി ഒഴിവാക്കേണ്ട അഞ്ചാമത്തെ ഘടകം എന്ന് പറയുന്നത് ഉപ്പാണ്. ഞാൻ ഈ പറയുന്ന കേൾക്കുമ്പോൾ പലരും വിചാരിക്കും ഉപ്പിട്ട് ആവി പിടിക്കുന്നത് നമുക്ക് അലർജിയും തുമ്മലും ശ്വാസമുട്ടലും എല്ലാം കുറയുമല്ലോ എന്നുള്ളത്. ശരിയാണ്, നമ്മൾ ഉപ്പിട്ട് ആവി പിടിക്കുമ്പോൾ നല്ലതാണ്. പക്ഷേ ഉപ്പ് ചേർത്ത ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാക്കാനും ഇത് ക്രമേണ നമുക്ക് ഈ ഒരു ആസ്മയുടെ ടെൻഡൻസി ഉള്ളവർക്ക് വിട്ടുമാറാതെ കഫം ഉണ്ടാകാനും കാരണമാകും. അതുകൊണ്ട് ഉപ്പ് ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഈ ഉപ്പിട്ടുണ്ടാക്കുന്ന പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഉപ്പിട്ട് ഉണ്ടാക്കുന്ന ഉണക്ക മീൻ പോലുള്ള സാധനങ്ങൾ, അച്ചാറുകൾ, ഇവ
ഗണ്യമായിട്ടുള്ള തോതിൽ ഈ ആസ്മ അലർജി ടെൻഡൻസി ഉള്ളവർ കുറയ്ക്കുക തന്നെ വേണം. ഇനി നമുക്ക് ഈ അലർജിയും ആസ്മയും ഉള്ളവർ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് വിശദീകരിക്കാം. ഒന്നാമത്തത് omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. omega-3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഹെൽത്തി ഫാറ്റ്സ് ആണ്. ഇത് നമ്മുടെ കരളിനും നമ്മുടെ തലച്ചോറിനും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ അലർജിക് റിയാക്ഷൻ കുറയ്ക്കാനായിട്ടും സഹായിക്കും. omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചാള, ചൂര, അയല പോലുള്ള ചെറിയ മത്സ്യങ്ങൾക്കകത്താണ്. ഇവ ധാരാളമായിട്ട് കറി വെച്ച് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. രണ്ടാമത്തത് ഉള്ളിയാണ്. ഉള്ളി പതിവായിട്ട് നിങ്ങൾ കറി വെച്ച് കഴിക്കുകയോ ഇല്ലെങ്കിൽ പതിവായിട്ട് ഉള്ളി അരിഞ്ഞ് സാലഡ് പോലെ കഴിക്കുകയോ നിങ്ങൾ ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. കാരണം ഉള്ളിക്കകത്ത് കുർസെറ്റിൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട്. കുർസെറ്റിൻ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ അലർജി ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഹിസ്റ്റമിൻസ് എന്ന് പറയുന്ന ഒരു രാസവസ്തുക്കൾ ഉണ്ടാകും. ഈ ഹിസ്റ്റമിൻസിൻ്റെ ഓവർ റിയാക്ഷനാണ് നമുക്ക് പലപ്പോഴും ജലദോഷം, തുമ്മൽ, വിട്ടുമാറാത്ത ചുമ, ശ്വാസം മുട്ടൽ, ആസ്മ പോലുള്ള പ്രശ്നങ്ങളുടെ ബേസിക് കാരണം. ഈ ഹിസ്റ്റമിനെ കൺട്രോൾ ചെയ്യാൻ കുർസെറ്റിന് കഴിവുണ്ട്. അതുകൊണ്ടാണ് പതിവായിട്ട് ഉള്ളി കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് മഞ്ഞളും തേനുമാണ്. നമ്മുടെ നാട്ടിൽ പൊടിപ്പിച്ച മഞ്ഞളുണ്ടെങ്കിൽ, അതിപ്പോൾ പച്ചമഞ്ഞളാണെങ്കിൽ പച്ചമഞ്ഞൾ ചെറിയ കഷ്ണം ചതച്ചിട്ട് നമുക്ക് അതൊരല്പം തേനുമായി ചേർത്ത് കഴിക്കാം. ഈ തേനിൻ്റെയും മഞ്ഞളിൻ്റെയും ഗുണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. നിങ്ങൾ ദിവസവും ഒരു 1/2 ടീസ്പൂൺ തേൻ എടുത്തിട്ട് അതിനകത്ത് നിങ്ങളുടെ വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞളുണ്ടെങ്കിൽ ഒരു 3 നുള്ളു മഞ്ഞൾ മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ മിക്സ് ദിവസവും രാവിലെയോ വൈകുന്നേരം എപ്പോഴെങ്കിലും ഒരു നേരം കഴിക്കുക. ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് ഈ വിട്ടുമാറാതെ മൂക്കൊലിപ്പ്, ജലദോഷം, തൊണ്ടവേദന, ശ്വാസം മുട്ടൽ പോലുള്ള രോഗങ്ങൾ വരുന്നവർക്ക് ഈ ഇൻഫ്ലമേഷനെ കുറയ്ക്കാനായിട്ട് ഈ പറഞ്ഞ കോമ്പിനേഷൻ അവർക്ക് സഹായിക്കും. ഇനി നാലാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് യോഗേർട്ടാണ്. യോഗേർട്ട്, തൈര്, മോര് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ കുടലിൽ ജീവിക്കുന്ന ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾക്കുള്ള ഒരു മികച്ച ഭക്ഷണമാണ്. നമ്മുടെ കുടലിൽ ജീവിക്കുന്ന ബാക്ടീരിയകൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ നിയന്ത്രിക്കാൻ, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടാനും കുറയാനും പോകാതെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതിന് സഹായിക്കും. മാത്രമല്ല നമുക്ക് ഇത്തരത്തിലുള്ള അലർജിക് റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിനും ഈ ബാക്ടീരിയയ്ക്ക് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ, പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മോര് കഴിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബീട്രൂട്ട് പോലുള്ള പച്ചക്കറികളും ഇലക്കറികളും നിങ്ങൾ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കും. ഇനി അഞ്ചാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലും പരിസരത്തും കിട്ടുന്ന ചില ഇനം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ്. പേരയ്ക്ക, മാതളം, സ്ട്രോബെറി പോലുള്ള പഴവർഗ്ഗങ്ങളും ക്യാപ്സിക്കം, ബ്രോക്കോളി പോലുള്ള പച്ചക്കറികളും നിങ്ങൾക്കറിയാം. ഇവയുടെ ഗുണങ്ങളെല്ലാം ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഇത്തരം ഭക്ഷണങ്ങളും നിങ്ങൾ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം, ചികിത്സയോടൊപ്പം നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക. നിങ്ങൾക്ക് ഈ ആസ്മയും അലർജിയും ശ്വാസമുട്ടലും തുമ്മലും എല്ലാം തന്നെ ഗണ്യമായിട്ടുള്ള തോതിൽ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. അതോടൊപ്പം ചിട്ടയായിട്ടുള്ള വ്യായാമവും ശരിയായിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ, അതായത് ദിവസം 3 ലിറ്റർ വെള്ളവും കൂടി കുടിക്കുക. എങ്കിൽ നമുക്ക് ഈ ആസ്മ രോഗത്തിനെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാനും സാധിക്കും. ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ എല്ലാ കുടുംബത്തിനും ഇന്ന് ഉപകാരപ്പെടും. കാരണം ഇന്ന് ജലദോഷം, തുമ്മൽ, ശ്വാസമുട്ടൽ, അലർജി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർ, അത് കൊച്ചുകുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ, നമ്മുടെ സമൂഹത്തിൽ ഓരോ വീടുകളിലുമുണ്ട്. അവർക്ക് ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം.